പ്രിയപ്പെട്ടവരെ, കേരള ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം. ഇപ്പോൾ ചട്ടിപ്പറമ്പ് ചന്തയിലാണ്. ചട്ടിപ്പറമ്പ് ചന്തയിൽ എത്ര കാലിയായി കിടക്കുന്നത് തോന്നണ്ട. ഇന്ന് തലേ ദിവസമാണ്. തലേ ദിവസം എന്ന് പറയുമ്പോൾ ഞായറാഴ്ചയാണ് ചട്ടിപ്പറമ്പ് ചന്ത ഉണ്ടാവാറുള്ളത്. അത് ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തലേ ദിവസത്തെ ചന്തയാണ്. കണ്ടോ, ഇവിടെ നല്ല പുള്ളിപ്പൂവാലിയുണ്ട്. നല്ല ഇതൊക്കെ കുഞ്ഞാപ്പൂവിൻ്റെ പശുക്കളാണ്. നല്ല വലിയ പശുക്കളുണ്ട്, കുറച്ച് ചേട പശുക്കൾ അങ്ങനെയുണ്ട്. പ്രായം കുറഞ്ഞ ടൈപ്പുണ്ട്. അവിടെ അദ്ദേഹത്തിൻ്റെ കുറേ മൂരിക്കുട്ടികളുണ്ട്. പിന്നെ തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം 2-3 ലോഡ് ഇറക്കിയിരുന്നു എന്ന് പറഞ്ഞു. അതിലൊക്കെ പകുതിയിലേറെ കച്ചവടം നടന്നു പോയി. ഇനി ബാക്കിയുള്ളത് തന്നെയുള്ളൂ. അപ്പോൾ ചന്ത അങ്ങനെ കാലിയായി കാണുന്നത് കന്നുകൾ ഇനി ഇറങ്ങാണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഞാൻ നിൽക്കുന്ന ഭാഗത്ത് മുഴുവനും വളർത്തു പോത്തുകുട്ടികളുടെ ഏരിയയാണ്. ഇവിടെ അത്യാവശ്യം വലിപ്പമുള്ള പോത്തുകൾ നിറഞ്ഞിട്ടുണ്ട്. നമ്മൾ അരിപ്രക്കാർ സക്കരിയക്കൻ ടീമിൻ്റെയും പോത്തുകൾ നിറഞ്ഞു കഴിഞ്ഞു. അത് അവർ എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞ് കയറൊക്കെ കെട്ടി ഉഷാറാക്കി വിൽപ്പനയ്ക്ക് തക്കതായ രീതിയിലേക്ക് സാപ്പാടൊക്കെ കൊടുത്ത് നിർത്തി. ഇപ്പോൾ ലോഡ് ഇറങ്ങിയിട്ടേ ഉള്ളായിരുന്നു. ഓക്കെ, ഇപ്പോൾ തലേ ദിവസത്തെ ചന്ത പരിചയപ്പെടുത്താനുള്ള വീഡിയോ ആണത്. ഇവിടെ ഇതൊക്കെ സക്കരിയാക്കാൻ്റെയും ടീമിൻ്റെയും പോത്തുകളാണ്. ഒരു ആവറേജ് വലിപ്പം കാര്യങ്ങളൊക്കെ ഉള്ള എല്ലാം ഉണ്ടോ, നോക്കണുണ്ടോ ആൾ. ഇവിടെ ഏരിയ സക്കരിയക്കൻ ടീമും വിൽപ്പന നടത്തുന്ന ഏരിയയാണ്. അവിടെ ഇപ്പോൾ തന്നെ അവർ ബുക്കിംഗ് ആയി സെറ്റായി റെഡിയാക്കി വെച്ചു. നല്ല വലിപ്പമുള്ള ഇറച്ചിയുള്ള വളർത്താനും വിൽക്കാനൊക്കെ പറ്റുന്ന വലിയ അത്യാവശ്യം 1.5-1.25 കിൻഡൽ തൂക്കം വരുന്ന നല്ല പോത്തുകളാണ് ഇപ്പോൾ ഇവിടെ വിൽപ്പനയ്ക്ക് എത്തിയിട്ടുള്ളത്. വലിയ ടൈപ്പ് അപ്പുറത്തുണ്ട്, അത്യാവശ്യം വലിയ ടൈപ്പ്. ഇത് കുഴപ്പമില്ലാത്ത വലിപ്പമുണ്ട്. മൂപ്പരും വില ചോദിക്കാനും 2 പേരും ഇവിടെ ഇല്ല. ഓണേഴ്സ് 2 പേരും ഇവിടെ ഇല്ല. ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ തന്നെ വില ചോദിച്ചും സെറ്റാക്കായിരുന്നു. ഇതും കുഴപ്പമില്ലാത്ത വലിപ്പമുണ്ട്. ഇപ്പുറം അത്യാവശ്യം തൂക്കമുള്ള 2-3 കിൻഡൽ എന്തായാലും തൂക്കമുള്ള. ബാക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല തൂക്കമുള്ള. ഉണ്ടോ, ഉണ്ടോ, നല്ല സാപ്പാടിലാണ്. തല ഉയർത്തി പോസ് ചെയ്യടാ. ഇവിടുന്ന് അങ്ങോട്ടുള്ള കൂട്ടം മുഴുവൻ ഏകദേശം ഒരു 2ൻ്റെ ചോട വരുന്ന തരത്തിലുള്ള കുട്ടികളാണ്. ഇവരെ സമ്മതിക്കണം, തലേ ദിവസം തന്നെ ഒക്കെ ഒരുക്കി റെഡിയാക്കി വെക്കുകയാണ് ഈ കച്ചവടക്കാർ ചെയ്യുന്നത്. പ്രതീക്ഷകളാണതൊക്കെ. കണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ ഈ ബാക്കി കാണുന്ന ഈ സ്ഥലം മുഴുവൻ നാളെ പോത്തുകളെ കൊണ്ടെന്ന് അറിയും. നാളെ ഞായറാഴ്ച ദിവസങ്ങളിൽ ലൈവ് ഉണ്ടാവാറുണ്ട് കേരള ഫാമിൻ്റെ. അപ്പോൾ എല്ലാവരും കാണാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചട്ടിപ്പറമ്പ് ചന്തയുടെ ഈ വിശാലതയൊക്കെ എത്രത്തോളം കന്നുകൾ നിറയുമെന്നുള്ളത്. പിന്നെ കുഞ്ഞിക്കോയക്കൻ്റെ പ്ലേസിലും കന്ന് എത്തുന്നേ ഉള്ളൂ. കാരണം തൊഴുത്തിൽ ഞാൻ പോയി നോക്കിയിരുന്നു ലൈവിൽ. ഏകദേശം ഒരു 10-30 കന്ന് പശുക്കളും പശുക്കുട്ടികളും ഒക്കെ സെറ്റാണ് അവിടെ നാളെ രംഗത്തേക്ക് ഇറക്കാനുള്ള. നമുക്ക് പ്രത്യേക വീഡിയോ ആയിട്ടൊന്ന് ചെയ്യാം. ആറ്റത്തൊക്കെ നല്ല ചെറിയ കുട്ടികളുണ്ട്, മൂരിക്കുട്ടികൾ 10-ൻ്റെയും 12-ൻ്റെയും 15-ൻ്റെയും ഒക്കെ വരുന്ന ബാപ്പുട്ടിയുടെ മൂരിക്കുട്ടികൾ അവിടെ ഉണ്ട്. അതറ്റത്ത് നല്ലൊരു പോത്ത് കുഞ്ഞിക്കോയക്കൻ്റെയാണ്. അയച്ചാപ്പം പോത്തടുത്തേക്ക് വന്നപ്പോൾ സൂമായി. മര്യാദ വിലക്ക് തരാമെന്നൊക്കെ പറയുന്നുണ്ട്. കുഞ്ഞിക്കോയക്കൻ്റെ പോത്താണത്. ഇനി അദ്ദേഹത്തിൻ്റെ തൊഴുത്താണ് അവിടെ കാണുന്നത്. അതിൽ കയറിയിട്ടുള്ള പുതിയൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യാം,
ഇതാ നല്ലൊരു പാൽ പശു പിന്നെ കോയാക്കാണ്ടാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്ന കച്ചവടമായിട്ട് അത് വണ്ടി കയറ്റാൻ കൊണ്ടുപോകാൻ.